അപ്പോൾ വെൽക്കം ബാക്ക് ടു പത്മരാജൻ സീരീസ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സിനിമ ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു വിസ്മയം. 1985 പ്രേം നസീറും ശ്രീവിദ്യയും കരമന ജനാർദ്ദനും രോഹിണിയും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒഴിവുകാലം എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. ഞാൻ ഇതുവരെ കണ്ട ഭരതൻ സിനിമകളിൽ എന്നെ ഏറ്റവും അധികം ഹോണ്ട് ചെയ്യുന്നൊരു ക്ലൈമാക്സ് ഉള്ള സിനിമയാണ് ശരിക്കും ഈ ഒഴിവുകാലം എന്ന് പറയുന്ന സിനിമ ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു നോർമൽ ഒരു ടെംപ്ലേറ്റ് ലവ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് സിനിമ അങ്ങ് പോകുമ്പോൾ ഇത് സ്ഥിരം ഒരു പത്മരാജൻ ടച്ച് എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ക്ലൈമാക്സിൽ നമ്മുടെ മൈൻഡ് ബ്ലോയിങ് ആക്കുന്ന ഒരു ട്വിസ്റ്റിങ് വരും. അത് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ റീമേക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ട്വിസ്റ്റൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു സബ്ജക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. അമ്മാതിരി സാധനം എന്ന് വെച്ചാൽ ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യില്ല, ആരും പ്രെഡിക്റ്റ് ചെയ്തില്ല. അവിടെ ഒരു സംഭവം, ഒരു സ്റ്റോറി റിവീൽ ചെയ്യുന്നതാണ്. ഞാനത് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല, നിങ്ങൾ ഈ സിനിമ കണ്ടു തന്നെ അറിയാം. ഞാൻ ഈ സിനിമയുടെ ബേസിക് പ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്ലോട്ട് അങ്ങോട്ട് പറയുന്നില്ല. ചിന്നു എന്ന് പറഞ്ഞ കഥാപാത്രം, രോഹിണിയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. രോഹിണി തൻ്റെ ഒഴിവുകാലം ആഘോഷിക്കാൻ അമ്മയുടെ അടുത്തിട്ട് വരുന്നു. അമ്മയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ശ്രീവിദ്യയാണ്. ശ്രീവിദ്യയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. എൻ്റെ പൊന്നോ, ഇജ്ജാതി പെർഫോമൻസ്. ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ശ്രീവിദ്യ വഹിച്ച പങ്ക് ചെറുതല്ല. അതോടൊപ്പം തന്നെ പ്രേം നസീർ, നമുക്ക് പ്രേം നസീറിനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടിപ്പിക്കൽ നായകൻ കഥാപാത്രം സങ്കല്പമല്ല ഇതിൽ കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ അകത്ത് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, സ്പോയിലറായി പോകും, അതുകൊണ്ട് കണ്ടു നോക്കുക. അതുപോലെ കരമന ജനാർദ്ദൻ്റെ ക്യാരക്ടർ രോഹിണി, ഞാൻ പറഞ്ഞു രോഹിണിയാണ് ശരിക്കും ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രോഹിണിയുടെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ്. അപ്പോൾ രോഹിണിയാണ് ഈ സിനിമയിൽ മെയിൻ ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ ഭരതൻ പത്മരാജൻ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 സിനിമകളിൽ ഒന്നാണ് ഈ സിനിമ. അപ്പോൾ കാണാത്തവരുണ്ടെ കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞു സിനിമയുടെ ബേസിക് പ്ലോട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സിനിമയുടെ ലിങ്ക് താഴെ ചേർക്കുന്നുണ്ട്. ശരിക്കും സിനിമ കാണുമ്പോൾ നമുക്ക് നല്ലപോലെ ലാഗടിക്കും. പക്ഷേ ആ ലാഗിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്ലൈമാക്സ് കിട്ടുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഈ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും, ശരിക്കും ആ സിനിമയെപ്പറ്റിയും ആ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ അത് നിങ്ങൾ കണ്ടു തന്നെ അനുഭവിച്ചറിയാം. അപ്പോൾ സിനിമയിലേക്ക് വന്നാൽ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിരിക്കുന്നത് മധു അമ്പാട്ടാണ്. ഈ സിനിമയിലെ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് കെ ജയകുമാറാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒഴിവുകാലം എന്ന് പറയുന്ന സിനിമയെ പറ്റിയുള്ള വിശേഷം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. സിനിമയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെ കാണുക. നിർബന്ധമായിട്ടും കണ്ടിരിക്കുന്ന ഒരു പടമാണ്. ക്ലൈമാക്സ് ട്വിസ്റ്റാണ്, സ്പെഷ്യലായിട്ട് ഞാൻ പറയുകയാണ്, അതൊരു സ്പെഷ്യൽ ബോണസാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു പത്മരാജൻ പടമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും